आटिंगल के मशहूर फेडरल कॉलेज की 10वीं कक्षा के छात्रों को हिंदी क्लास में हार्दिक स्वागत है। आज हम आयाम कलाम के बहाने नामक पाठ के बारे में चर्चा करेंगे। इस पाठ के लेखक हैं मिहिर पांडे। ये एक फिल्मी लेख ഈ പാഠം ഒരു ഫിൽമി ലേഖ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. APJ അബ്ദുൽ കലാം എന്ന മഹാനായ മനുഷ്യനെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ജനനം 1931 ഒക്ടോബർ 15 നമ്മുടെ പ്രഥമ പുരുഷൻ, അതായത് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മരണം 2015 ജൂലൈ 27 ആയിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്നായിരുന്നു മരിച്ചത്. അധ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുപോലെ സാധിക്കുകയും ചെയ്തു. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. 2002 ജൂലൈ 22 മുതൽ 2007 ജൂലൈ വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഈ പാഠത്തിൽ ആദ്യമായി ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം എന്ന മഹാൻ കുറച്ച് കുട്ടികളുമായി സംവദിക്കുന്നതാണ് ആ കാണുന്ന ചിത്രം. ഇതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കുച്ച് ലോഗ് ഉൻകാ ഭാഷൺ സുൻ രഹേ ഹെ. കുറേ ആൾക്കാർ, കുട്ടികളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഏക് ലഡ്ക വഹാം ഖടാ ഹെ സോച്ച് രഹാ ഹെ. ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, അവൻ ചിന്തിക്കുകയാണ്. ലഗ്താ ഹെ കി വോ സപ്ന ദേഖ് രഹാ ഹെ. തോന്നുന്നു അവൻ എന്തോ സ്വപ്നം കാണുന്നതെന്നാണ്. അബ്ദുൽ കലാം ജി ഹമേശ ഛാത്രോം സെ കഹാ കർത്തേ ഥേ കി സപ്ന ദേഖോ. എല്ലാവരും സ്വപ്നം കാണണം എന്ന് ഇദ്ദേഹം കുട്ടികളോടും മറ്റുള്ളവരോടും പറയാറുണ്ടായിരുന്നു. സ്വപ്നം കോ സാകാര കർനെ കാ കഠിൻ പരിശ്രം ഭീ കരോ. വെറും സ്വപ്നം കണ്ടാൽ പോരാ, അതിനെ അനുസരിച്ച് കഠിനമായി പ്രവർത്തിച്ച് നമ്മളെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറയുമായിരുന്നു. കഠിൻ പരിശ്രം കർണ അതി ആവശ്യക് ഹൈ, തബ് ജാകർ ഹം ജീവൻ മേ വിജയ് പ്രാപ്ത് കർ സക്തേ ഹൈ. അങ്ങനെ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. चित्र के पास ध्यान से देखिए, एक और बात भी आप देखेंगे. ചിത്രം സൂക്ഷിച്ചു നോക്കൂ, മറ്റൊരു കാര്യം കൂടി അവിടെ കാണാം. എന്താ എഴുതിയിരിക്കുന്നത്? ഹർ കല പ്രകൃതിക്ക് നക്കൽ ഹേ. ഓരോ കലയും പ്രകൃതിയുടെ അനുകരണമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതിയിൽ എല്ലാം ഉണ്ട്. കാണുവാനുള്ള കണ്ണ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. കണ്ണ് തുറന്നിരുന്നാൽ പോരാ, കാണണം എന്നാണ് അതിൻ്റെ താല്പര്യം. കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ശരീരത്തിനകത്ത് മനസ്സിന് അതിൽ ഉൾക്കൊണ്ട് അതിനെ പ്രതികരിക്കുക എന്നതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമുക്കിനി പാഠത്തിലേക്ക് കിടക്കാം. ഈ പാഠത്തിൽ ലേഖകൻ 2 സംഭവങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഒന്ന്, ലേഖകൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചാണ്. കൂട്ടുകാരൻ മോർപാൽ ആയിരുന്നു. രണ്ടാമത്തെ സംഭവം ലേഖകൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഫിലിം ആയാം കലാം ആണ്. ഇനി അതിൽ ഛോട്ടുവും അവൻ്റെ കൂട്ടുകാരും കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. രണവിജയ് എന്നൊരു കുട്ടിയും അത് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പാഠത്തിൻ്റെ ഓരോ വരിയും നോക്കി പഠിക്കാം.
എല്ലാവരും പുസ്തകം എടുത്ത് നോക്കിക്കൊള്ളുക. ഞാൻ വായിച്ചു പോകും. അതോടൊപ്പം കഠിന പദങ്ങളും പറയുന്നതാണ്. വിശദമായി നമുക്ക് നോക്കാം. ഐ ആം കലാം കെ ബഹാനെ. കെ ബഹാനെ എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. കെ ബഹാനെ എന്ന് പറഞ്ഞാൽ അതായത് സത്യമല്ല എന്ന വ്യാജേന എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശരിക്കും കലാമല്ല പയ്യൻ, പക്ഷേ അവൻ കലാമാകാൻ അല്ലെങ്കിൽ കലാമിനെ പോലെ ജീവിക്കാൻ അതുപോലെ തന്നെ കലാമിനെ നേരിട്ട് കാണാനും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. ഇനി നോക്കാം. गांव के स्कूल में मेरा एक साथी था मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी की लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. एक LWO के लुक, LWO के लुक, ലുക്ക് യാനി ലുക്ക് കെ ദേഖ്ന. ഇതിൽ ഈ പറഞ്ഞ ലുക്ക് എന്നതിൻ്റെ അർത്ഥം ആ കുട്ടി ശരിയായ രീതിയിലല്ല ധരിച്ചിരിക്കുന്നത്. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണല്ലോ, അല്ലെങ്കിൽ കാണുക എന്നോ ആയിരിക്കാം. എന്നാൽ ഇവിടെ ഹിന്ദിയുടെ പ്രയോഗത്തിൽ ലുക്ക് കെ ദേഖ്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്ന് നോക്കുക, ഒളിഞ്ഞിരുന്ന് നോക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് സാധാരണ ഹിന്ദി ഭാഷയിൽ. അത് മനസ്സിലാക്കാതെയാണ് കുട്ടി ഉത്തരം പറയുന്നത്. അത് അത്ര ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഹിന്ദിക്കാരുടെ സാധാരണ സംസാര ഭാഷയിൽ, നാട്ടുഭാഷയിൽ, ഗ്രാമീണ ഭാഷയിലും ലുക്ക് കെ ദേഖ്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറഞ്ഞിരുന്ന് നോക്കുക, ഒളിഞ്ഞിരുന്ന് നോക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിനെ അധ്യാപകൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അടുത്തതായി नाम का पहला अक्षर मिलने की वजह से क्लास की देरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. ദരിപ്പട്ടി എന്ന് പറയുന്നത് ഇരിപ്പാണ്, പരവതാനി. ക്ലാസ്സിൽ ബെഞ്ചും ഡെസ്കും ഒന്നും അല്ല ഇട്ടേക്കുന്നത്, പരവതാനിയാണ്. ആ പരവതാനിയിൽ ഇരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നത്. കാരണം ഞങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ഒന്നുപോലെ വരുന്നത് കൊണ്ടാണ്. वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बांछें खिल जाती थी. ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത് രാജ്മ എന്നതാണ്. രാജ്മ എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ്. അത് തിന്നാൻ വളരെ നല്ലതാണ്, ആഹാരപദാർത്ഥമാണ്. അത് ആദ്യമായിട്ടാണ് ഈ മോർപാൽ കാണുന്നത്. मेरे खाने के डिब्बे में राजमा देखते ही बांछें खिल जाती थी. बांछें खिल जाना അത്യധികം സന്തോഷിക്കുക, ബഹുത്ത് ഖുഷ് ഹോന. സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം കാണുമ്പോൾ അങ്ങനെ കുട്ടികൾക്കുണ്ടാവുക സ്വാഭാവികമാണ്. ഹമാര സൗദാ ഥാ ഖേൽ ഖണ്ഡി മേ ഖാനെ കി അദലാ ബദലി കാ. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു, രണ്ടുപേരും പറഞ്ഞ് സമ്മതിച്ചു. സൗദ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഒരു കരാർ എന്നാണ് അതിനെ പറയുന്നത്. എന്താണ് കരാറ്? ഖേൽ ഖണ്ഡി, PT പീരീഡ്, കളിക്കാൻ സമയം കിട്ടുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഖണ്ഡിമേ ഖാനേക്ക് അദലാ ബദലി, പാത്രം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചോറ്റുപാത്രം മറ്റേയാളിന് കൊടുക്കുക, മറ്റേയാളുടെ ടിഫിൻ ബോക്സ് ഇദ്ദേഹത്തിന് കൊടുക്കുക. ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഒരു തീരുമാനം ഉണ്ടാക്കി. യാനി മേരെ ടിഫിൻ കെ राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. പകരം കൊടുക്കുന്നത് എന്താണ്? ഛാച്ച് എന്ന് പറഞ്ഞാൽ മോര്, ലസ്സി എന്ന് പറയും. അത് ഇദ്ദേഹത്തിന് പയ്യന് തിരിച്ചു കൊടുക്കും. ഉസേ പതാഥ ഈ ഛാച്ച് മേരി കംസോരി. അവനെന്തറിയാമായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടം മോരാണ്. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പെഹ്ലെ കത്തയി എന്നൊരു വാക്കിവിടെ വരുന്നുണ്ട്. തീർത്തും, ഒരിക്കലും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ശ്രദ്ധിച്ചോളണം. കത്തയി. മുझे മോർപാൽ സെ മിൽനെ സെ പെഹ്ലെ കത്തയി अंदाज़ी नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. ഇദ്ദേഹത്തിന്
ഈ പയ്യൻ അറിയില്ലായിരുന്നു എന്നെ കാണുന്നതിന് മുമ്പ്, എനിക്കും അറിയില്ലായിരുന്നു ഒരു കാര്യം, ഈ രാജ്മ എന്ന് പറഞ്ഞ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സാധനമാണെന്ന്. അന്താസ നോക്കുക, ഊഹം, എക്സ്പെക്റ്റേഷൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അന്താസ നഹീം ഥാ कि मेरे लिए രാജ്മ ജൈസി സാമാന്യ സി ചീസ്. ഇവിടെ സാമാന്യ സിച്ച വെറും നിസ്സാരമായ ഒരു സാധനം കിസി കെ ലിയെ ഇത്തനി ഖാസ് ഹോ സക്തി ഹെ, മറ്റൊരാളിന് അത് വളരെ വിശിഷ്ടമായ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഭോജനമായി മാറുമെന്ന് അറിയില്ലായിരുന്നു. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് മേ രഖെ രാജ്മ കോ ഖാനെ സെ പെഹ്ലെ കഭി രാജ്മ ദേഖാ ഭി നഹിന്ത. എൻ്റെ കാരണം പറയുന്നുണ്ട്. മോർപാൽ എന്ന കുട്ടിക്ക് ഇതിനു മുമ്പ് എന്താ രാജ്മ കോ ഖാനെ സെ പെഹ്ലെ ജോ मैंने उसको दिया था पहले कभी രാജ്മ ദേഖാ ഭി नहीं था. ഈ രാജ്മ എന്നത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വഹ हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആത്താത. ആ കുട്ടി വരുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നൊരു 15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്നും 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് വന്നുകൊണ്ടിരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वह उस छाछ के डिब्बे को रोज 15 किलोमीटर बिना जरा भी झलकाए लिए आता था. ഒരു കാര്യം എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ 15 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഈ പാത്രം കുലുങ്ങാതെയും അത് തുളുമ്പിക്കളയാതെയും കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അതൊരെന്തായാലും ഒരു നല്ല കാര്യം തന്നെയായിരുന്നു. ഒരു സർക്കസ് പോലെ അവൻ കൊണ്ടുവരും. मैं स्कूल जाने से रोज रोया करना ഇത് നോക്കണം. റോയ കർണ, ഖായ കർണ, ബോല കർണ, പിയ കർണ, ഇങ്ങനെയുള്ള പിയ കർണ കർണ ചേർന്ന് വരുന്ന ഒരു പ്രത്യേക ക്രിയാരൂപമാണ്. അത് വ്യാകരണത്തിൽ വരുന്നുണ്ട്, അത് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. മൈ സ്കൂൾ ജാനേസെ റോയ കർത്ത, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കരയുമായിരുന്നു. പോകാൻ ഇഷ്ടമല്ല, കരഞ്ഞ് എന്തെങ്കിലും ഒഴിവുകൾ അടവുകളൊക്കെ പ്രയോഗിക്കും. റോസ് നയെ ബഹാനെ ബനായ കർത്ത. ആ വാക്ക് വന്നു, ബഹാന എന്ന വാക്കാണ്. അതാണ് അടവ്. കുട്ടികൾ പല അടവും പറയും. ഇതുപോലെ തന്നെ മറ്റൊരു പാഠത്തിൽ കാണുന്നുണ്ട്, പേട്ട് മീൻകുച്ച് ഐസാ ഐസാ ഹോത്താ ഹെ എന്നൊരു പാഠം വരുന്നുണ്ടായിരുന്നു. പേട്ട് മീൻകുച്ച് ഐസാ ഐസാ ഹോത്താ ഹെ, വയറിൽ എന്തോ ഒന്നുപോലെ തോന്നുന്നു, എന്താണെന്ന് പറയുന്നില്ല കുട്ടി. അങ്ങനെ വൈദ്യനെ കാണിക്കുന്നു, ഡോക്ടറെ കാണിക്കുന്നു, അങ്ങനെ പലരും പല മരുന്നും ചെയ്യുന്നു, എന്നിട്ടും അസുഖം മാറുന്നില്ല. പേട്ട് മീൻകുച്ച് ഐസാ ഐസാ ഹോത്താ ഹെ എന്നല്ലാതെ കുട്ടി ഒന്നും പറയുന്നില്ല. അവസാനം അവിചാരിതമായി അവൻ്റെ ക്ലാസ് ടീച്ചർ ആ വീട്ടിൽ വരികയും അധ്യാപകൻ ഈ വിവരം അറിയുകയും കുട്ടിയെ ചെന്ന് ചോദിച്ചു, നീ ഇന്ന് സ്കൂളിൽ വരണ്ട, ഇന്ന് ഇവിടെ ഇരുന്ന് ഹോംവർക്ക് എല്ലാം എഴുതിയിട്ട് നാളെ വന്നാൽ മതി, നിനക്ക് ഹാജർ തരും എന്ന് പറഞ്ഞപ്പോൾ വയറിലുള്ള എല്ലാ അസുഖങ്ങളും മാറുകയും ചെയ്തതായ ഒരു കഥയുണ്ട്. അതുപോലെയാണ്. അപ്പോൾ അധ്യാപകനാണ് അവൻ്റെ അസുഖം മാറ്റിയത്. അതുപോലെ ഇങ്ങനെ പല അടവുകളും കുട്ടികൾ പ്രയോഗിക്കും, അത് നമുക്കറിയാം. പക്ഷെ അതെല്ലാം അധ്യാപകരായ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിനെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാനും നമുക്ക് കഴിയും. ബഹാന എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती है. മഴക്കാലം, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്, വർഷാക്ക സമയം. അപ്പോൾ വഴികളിലൊക്കെ വെള്ളം നിറഞ്ഞ് പോകാൻ കഴിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മൈ ഘർ പർ നാച്ചാ കർത്ത, കുട്ടിക്ക് വലിയ സന്തോഷമാണ്. വീട്ടിൽ നിന്നൊക്കെ നാച്ചാ കർണ എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുക, നൃത്തം ചെയ്യുക, പോകണ്ടല്ലോ, സ്കൂളിൽ പോകണ്ടല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നതാണ് സ്വഭാവം ഉണ്ടായിരുന്നത്. ലേക്കിൻ മൈ समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज स्कूल क्यों चले आते थे. എന്നാൽ ഒരു കാര്യം എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടാതിരുന്നത്, ഈ മോർപ്പാലും പിന്നെ അതുപോലെ തന്നെ
മറ്റ് ചില കൂട്ടുകാരും എല്ലാ ദിവസവും മുടങ്ങാതെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നു. അതെന്തുകൊണ്ടാണ്? ബിനാ നാഗ എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. ബിനാ നാഗ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആബ്സെൻറ്റ്, ഹാജരാകാതിരിക്കാതെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യമായും സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുക. ബിന ഗൈർ ഹാസിരി എന്ന് ഹിന്ദിയിൽ പറയും. ബിന ഗൈർ ഹാസിരി എന്ന് പറയും ദിവസവും അറ്റൻഡൻസ് ഉണ്ട്, ഒരു ദിവസവും വരാതിരിക്കില്ല, കൃത്യമായിട്ടും വന്നിരിക്കും. बिना नागा रोज स्कूल क्यों चले आते? उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार को छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता था. സ്കൂളിനോട് അവർക്ക് ഉണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. വലിയ സ്നേഹമായിരുന്നു സ്കൂളിനോട്. ഞായറാഴ്ച പോലും സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചു പോയിരുന്നുള്ളതാണ്. इतना गहरा था कि उनका प्रेम ये रविवार को छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता था. ഈ ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം ഏത് എന്ന് ചോദിച്ചാൽ കുട്ടി പറയും ഞായറാഴ്ചയാണ്. ഇത്തുവാർ, രവിവാർ എന്നും പറയും. ഇത്തുവാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा चिढ़ा करता. मैं നമ്മൾ ലേഖകൻ പറയുന്നത് അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് സ്കൂൾ യൂണിഫോമിന് ഇഷ്ടമല്ല. ചിഠാ കർണ, പ്രത്യേകം ശ്രദ്ധിക്കുക ആ വാക്ക്, ചിഠാ കർണ വെറുക്കുക. അത് നഫറത്ത് എന്നാണ് മറ്റൊരു ഹിന്ദി വാക്ക്. നഫറത്ത് കർണ, നഫറത്ത്. ചിഠാ കർത്ത और उसे पहनना हमेशा टाला करता. ഞാൻ എപ്പോഴും അതിനെ ധരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അതിനെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതുമില്ല. ടാൽന നിരസിക്കുക എന്നാണ്, അത് ഇഷ്ടമല്ല ധരിക്കുന്നത്. വഹി മോർപാൽ മുझे जब भी दिखा हमेशा वही स्कूल की യൂണിഫോം पहने ही दिखा. എന്നാൽ മോർപാലിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. എപ്പോഴെല്ലാം ഞാൻ അവനെ കാണുന്നു അപ്പോഴൊക്കെ അവൻ യൂണിഫോം ധരിച്ചാണ് നിൽക്കുന്നത്. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल യൂണിഫോം पहने देख मैं हैरान रह गया. ഒരു തവണ ആ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലെ കല്യാണത്തിന് പോലും ആ കുട്ടി ഈ യൂണിഫോം ധരിച്ച് വന്നത് കണ്ട് ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. ഹൈരാൻ രഹജാന, അതിശയിച്ചു പോവുക. ഹൈരാൻ രഹന, ആശ്ചര്യസേ ചകിത് രഹജാന, ആശ്ചര്യസേ ചകിത് രഹജാന. प्रत्यय हैरान होना, आश्चर्य से चकित रह जाना. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. ഒരു നീണ്ട വാക്യമാണ്, ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കുക. യഹ് മുझे बहुत बाद में समझ आया, വളരെ താമസിച്ചാണ് എനിക്ക് മനസ്സിലായതൊരു കാര്യം. എന്താണ് ആ കാര്യം? जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय, खराब മോശപ്പെട്ട, ഏത് സ്കൂളിലാണോ ഞാൻ കുട്ടിക്കാലം കഴിച്ചത് അത് മോശപ്പെട്ട സമയമായി എനിക്ക് തോന്നിയിരുന്നത്, അത് ഷായദ് വഹി ആ സമയം മോർപാൽ के लिए उसके जीवन का सबसे अच्छा समय होता था. മോർപാലിന് ആ കാലം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലമാണെന്നാണ് അവന് തോന്നിയിരുന്നത്. എനിക്ക് നേരെ തിരിച്ചും. घर की कमरतोड़ मेहनत और खेत मजदूरी से इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. बच्चा कुटी मेरे लिए स्कूल യൂണിഫോം बोझ थी. ഇതൊന്നുകൂടെ നോക്കാം. घर की कमरतोड़ मेहनत, കമർത്തോട് മേഹനത്ത് എന്ന് പറഞ്ഞാൽ മേഹനത്ത് പരിശ്രമം. കമർത്തോട് എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമം. കുട്ടിക്കാലത്ത് ചില സ്ഥലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ജോലി ചെയ്യേണ്ടി വരും. അതിനെ ബാലവേല എന്ന് പറയും. അതായത് അതിൻ്റെ പ്രധാന കാരണം ഗരീബി, അത് ദാരിദ്ര്യമാണ്.
അവരും ജോലി ചെയ്യേണ്ടി വരുന്നു. ഈ മോർപാലനും ആ തൻ്റെ ഗ്രാമത്തിൽ തൻ്റെ വീട്ടിലെ ദാരിദ്ര്യം കാരണം ശരിക്കും ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. അതാണ് കഠിൻ പരിശ്രമം എന്ന് പറഞ്ഞത്. കമർത്തോട് പരിശ്രമം, നട്ടൽ ഒടിക്കുന്ന പരിശ്രമം എന്നാണ് കമർത്തോട് പരിശ്രമം. മേഹനത്ത് അവർ ഖേത്ത് മസ്ദൂരി, വയലിൽ കൃഷി ചെയ്യാൻ പോകും. ഇത്തര ദിൻ കാ ഐസാം ഏക്ക് മാത്രം, മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു ദിവസം ഞായറാഴ്ചയും അല്ലാത്തുള്ള ദിവസം അവന് വളരെ സന്തോഷമാണെന്നാണ്. ഞായറാഴ്ച രക്ഷയില്ല, വീട്ടിൽ കഠിനമായി പണിയെടുക്കേണ്ടി വരും. ഏകമാത്ര സമയം ജബ് വ ബച്ച ബന രഹ സക്താ ഥാ. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി, കുട്ടികളുടെ സമയം, കുട്ടികളുടെ ജീവിതം അത് വലിയവരുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അവർക്ക് അവരുടേതായ ചിന്തകളും പ്രവർത്തനവും ശൈലിയുമൊക്കെ ഉണ്ട്. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോച്ച് ധി. എനിക്ക് എൻ്റെ ഈ സ്കൂൾ യൂണിഫോം വെച്ചാൽ അതൊരു ഭാരമായിട്ടാണ് തോന്നിയിരുന്നത്. മേരെ പാസ് ഉസ്സേ ബെഹത്തർ കപ്പടേ ധേ. എൻ്റെ കൈവശം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതിനേക്കാളും വളരെ വളരെ നല്ല, ബെഹത്തർ എന്ന് പറഞ്ഞാൽ അധിക അച്ഛ, വില കൂടിയ നല്ല വസ്ത്രം. ബെഹത്തർ അധിക അച്ഛ എന്നാണ് എൻ്റെ അർത്ഥം. കപ്പടേ ധേ ജിനെ മേനെ അപ്പനി പസന്ത് സേ ബഡേ ഷഹറോं के बड़े बाजारों से खरीदा था. അത് വലിയ വലിയ പട്ടണങ്ങളിൽ പോയി, വലിയ വലിയ കടകളിൽ പോയി അവിടെ നിന്നും സെലക്ട് ചെയ്ത് വാങ്ങിച്ച വസ്ത്രങ്ങളായിരുന്നു. ലേക്കിൻ മോർപാൽ കെ പാസ്, എന്നാൽ മോർപാലിൻ്റെ ഇതില്ല. ഏകമാത്ര കമ്മീസ് പാൻറ് കാ നയ ജോഡ ഓ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം ഹി ധി. എന്നാൽ മോർപാലിനുള്ള പുതിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനത് ഇഷ്ടപ്പെട്ടിരുന്നതും അത് ധരിച്ചിരുന്നത്. സ്വാഭാവിക് ധാക്കി വഹ ഉസേഹി ഷാദി മേ പഹൻ കരാ. അതുകൊണ്ട് തന്നെയാണ്, ആയിരിക്കാം, കല്യാണത്തിനും അവൻ അത് തന്നെ ധരിച്ചുകൊണ്ട് വന്നിരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ വേറെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വിവരിക്കുന്നത്. നമുക്ക് നോക്കാം. नील माधव पांडा की आयाम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. പിന്നീട് ലേഖകന് കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. ഇദ്ദേഹത്തെ യുവാവാണ്. ആ യുവാവസ്ഥയിൽ താൻ ഇരുന്ന് പുറകോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോഴത്തെ കാര്യം ഇങ്ങനെ പറയുകയാണ്. നീൽ മാധവ് പാണ്ഡ കി ആയാം കലാം ദേഖ്തേ ഹുവേ എന്ന സിനിമ കണ്ടപ്പോൾ മുझे अपना बचपन बहुत याद आया. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ക്യോങ്കി യഹ് ഫിലിം ഭി ഉനി വിലോമോं के बारे में बात करती है. വിലോം എന്ന് പറഞ്ഞാൽ വിപരീത ജീവിത സാഹചര്യം. നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ മാർജിനലൈസ്ഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ മാർജിനലൈസ്ഡ് പീപ്പിൾ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ അവർക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാകും. അതിനെ നികത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കും. വിലോമോं के बारे में बात करती है. വിപരീത ജീവിത സാഹചര്യം. जिनसे मेरे बचपन के सब किस्से बने हैं. मेरे जीवन के सब किस्से. കിസ്സെ എന്ന് പറഞ്ഞാൽ കഹാനി, ഘടന, ഒരു സംഭവം എന്നാണ് അതിനർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഹമാര നായക് കലാം. ഇതിൽ നായകൻ, സിനിമയിലെ നായകൻ ആരാണ്? കലാം. ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹൈ. ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ഉസ്കാ സപ്ന ഹൈ സ്കൂൾ ജാന. അവൻ ഒരേ ഒരു സ്വപ്നമാണുള്ളത്, സ്കൂളിൽ പോകണമെന്ന്. അവർ ടി വി में देखे लंबे बालों वाले രാഷ്ട്രപതി കലാം സാ ബന്ന. നമ്മുടെ ടി വിയിൽ അവൻ APJ അബ്ദുൽ കലാമിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ ആകണമെന്നും ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുടി, ആ വളർത്തിയിരിക്കുന്ന രീതി അവന് വളരെ ഇഷ്ടമാണ്. അവനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ലേക്കിൻ ഫിലിമേ ഏക് ഔർ ബച്ചാ ഭി ഹെ. മറ്റൊരു കുട്ടിയും ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ഠാണാക്കെ റാണാക്കാ ബേട്ട. റാണാക്ക വേണ. റാണ ഇവർ ഭരണാധികാരികളാണ്, രാജകുടുംബത്തിലെ ആൾക്കാരാണ്. അറാണ് വിജയ്, അവരെപ്പോഴും വലിയ വലിയ ആൾക്കാരാണ്. ജിസേ സ്കൂൾ ജാന കത്തൈ പസന്ത് നഹി. എന്നാൽ ആ രണവിജയന് സ്കൂളിൽ പോകാൻ ഇഷ്ടവുമല്ല. കത്തൈ ഒരിക്കലും, നെവർ എന്നാണ്. പസന്ത് നഹി.
वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है. ആ സ്കൂൾ പരീക്ഷ എന്നുള്ള പേടി അവന് മനസ്സിലുണ്ട്. അവനെ പേടിപ്പിക്കുന്ന ആളാണ്. കലാം को एक अलग जीवन बेहतर जीवन का सपना दिखता है. എന്നാൽ കലാമിനോ അതൊരു വ്യത്യസ്തമായ ജീവിതമാണ് കൊടുക്കുന്നത്. फिल्म में इन दोनों बच्चों की पहली मुलाकात पहली मुलाकात ആദ്യമായി കണ്ടുമുട്ടുന്നത് पहली मुलाकात मीटिंग मिलना आपस में. पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार है. ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിലുണ്ടായ സംഭാഷണം ഒന്ന് വളരെ പ്രധാനമാണ്, രസാവഹമാണ്. നമുക്ക് നോക്കാം. സംവാദത്തിൽ ഡയലോഗ്, സംവാദം, തമ്മിൽ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ മറ്റൊരാളെ പരിചയമില്ലാത്ത ഒരാളായിരിക്കാം, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ സംസാരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. ആദ്യമുണ്ടായിരിക്കും, പിന്നെ സംസാരിക്കും. और खास इशारा भी करते हैं. എന്താണ് നോക്കാം. कलाम इतनी सारी किताबें काहे की हैं. इतनी सारी किताबें काहे की हैं. किताबें കായെ की ഗ്രാമീണ ഭാഷയാണ്, അത് ബോലിയാണ്. യഥാർത്ഥ ശരിക്കുമുള്ള സ്റ്റാൻഡേർഡ് ഹിന്ദിയല്ല. കായേക്ക് എന്തിനു വേണ്ടി, കായേക്ക് എന്തിനു വേണ്ടി. രാജസ്ഥാനിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളെ സമീപിച്ചാൽ ഈ ശൈലി നമുക്ക് കേൾക്കാൻ വരും. ഇത്തനീ സാരി കിതാബേ, എന്തിനാണ് ഇത്രയും പുസ്തകം. കായേക്ക് ഹേ, എന്തിനു വേണ്ടി. रणविजय പറയും എന്താണ്. आपको अंग्रेजी नहीं आती क्या. आपको अंग्रेजी नहीं आती क्या. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ. कलाम तेरे को पेड़ पर चढ़ना आता है. तेरे को, तुझे എന്നാണ് അതിൻ്റെ ശരിയായ രൂപം. तेरे को അങ്ങനെ പറയോ. तेरे को पेड़ पर चढ़ना आता है. നിനക്ക് മരത്തിൽ കയറാൻ അറിയാമോ. रणविजय हमें घोड़े पर चढ़ना आता है. ഞങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാം, മരത്തിൽ കയറാനല്ല. आपको घुड़सवारी आती है. താങ്കൾക്ക് കുതിര സവാരി അറിയാമോ. घुड़सवारी घोड़े पर सवार അറിയാമെന്നാണ്. कलाम मेरे को ऊंट पर चढ़ना आता है. അടയ്ക്കണം. मेरे को ऊंट पर चढ़ना आता है. എനിക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ അറിയാം. രാജസ്ഥാനിൽ ഒട്ടകം ധാരാളമായി ഉണ്ട്. അവിടെ ഒരു വളരെ എപ്പോഴും എവിടെയും കാണുന്ന ഒരു മൃഗമാണത്, ഒട്ടകം. തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹെ. നിനക്ക് ഒരു ഒട്ടകത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അതിന് മരുന്ന് കൊടുക്കാൻ അറിയാമോ. അപ്പോൾ അതൊന്നും അറിയില്ലെന്നുള്ളതാണ് ഒരു ധാരണ. इन संवादों के बाद कलाम और रणविजय के बीच कुछ सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. ഇങ്ങനെയുള്ള സംഭാഷണത്തിന് ശേഷം ഈ രണവിജയും കൂട്ടുകാരനും, അവരൊക്കെയാണ് കലാം, ഇളനായകൻ, അവർ രണ്ടുപേരും ഒരാൾ മറ്റൊരാളിനെ തനിക്കറിയാവുന്ന കാര്യം പഠിപ്പിക്കുകയാണ്. ഒന്ന് കുട്സവാരി, കുതിരപ്പുറത്ത് കയറുന്നത്, മറ്റത് മരത്തിൽ എങ്ങനെ കയറും എന്നത്. लेन देन लेकर दोस्ती हो जाती है. फिल्म के किस्सों में एक यादगार किस्सा ഓർമ്മിച്ചിരിക്കാൻ കൊള്ളാവുന്ന ഒരു സംഭവം, यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है. एक तरफा प्रेम ഒരു ഭാഗത്തോടുള്ള സ്നേഹം, ഇങ്ങോട്ടില്ല അങ്ങോട്ട് മാത്രം. प्रेम का भी है. और उस लड़के का भी जो सुदूर बीहड़ में बैठा अमिताभ की फिल्में देख कर, അതെവിടെയാണ്, വളരെ സുദൂർ, വളരെ ദൂരെ, സുദൂർ വളരെ ദൂരെയുള്ള സ്ഥലത്തിരുന്ന്, ബീഹഡ് എന്ന് പറഞ്ഞാൽ അധികം ആൾവാസമില്ലാത്ത സ്ഥലത്ത് ഇരുന്ന്, ബീഹഡ് രാജസ്ഥാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൾവാസമില്ലാത്ത പ്രദേശത്തിരുന്ന് അമിതാഭ് की फिल्में, അമിതാഭ് ബച്ചനെ എല്ലാവർക്കും അറിയാമല്ലോ, ദ ബിഗ് ബി, അമിതാഭ് ബച്ചൻ. फिल्में देख कर
और उनकी नकल करके എന്നിട്ട് അദ്ദേഹത്തിനെ അനുകരിക്കുക. അദ്ദേഹത്തിൻ്റെ സംഭാഷണം, അദ്ദേഹത്തിൻ്റെ നോട്ടം, അദ്ദേഹത്തിൻ്റെ ചിരി, അത് കുറവാണ് എന്നാലും അതുപോലെ അതെല്ലാം അനുകരിക്കുക. ഖുദ് അമിതാഭ് ഹോ ജാനാ ചാഹത്താ ഹൈ, അങ്ങനെ താനും ഒരു അമിതാഭ് ബച്ചനാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ബീഹഡ് രാസ്ത എന്ന് വെച്ചാൽ ബീഹഡ് സ്ഥലം എന്ന് വെച്ചാൽ ആൾതാമസമില്ല, മാത്രമല്ല നീ ഊഞ്ചി നീചി ഭൂമി, ബീഹഡ് ഉയർന്ന നിമ്നോന്നതമായ ഉയർന്നതും താഴ്ന്നതുമായ ഭൂപ്രകൃതിയെയാണ് സാധാരണ ബീഹഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചുരുക്കം പറയാം രാജസ്ഥാനിലും അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. കുറേ ഭാഗം മണൽ, കുറേ ഭാഗം വെറും പാറയായിരിക്കും, അതല്ലെങ്കിൽ കുറേ ഭാഗം നിമ്നോന്നതമായ സ്ഥലമായിരിക്കും. നമ്മളെ നാട് പോലെയല്ല, നേരിൽ കണ്ടാൽ മാത്രമേ അതറിയാൻ കഴിയൂ. ബസ് ഏക് ഫറക് ഹെ, ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ഫിലിം മേ കലാം ദില്ലി ഭി പഹുഞ്ചത്താ ഹെ, ആ സിനിമയിലെ നായകനായ കലാം ഡൽഹിയിലെത്തുന്നുണ്ട്. और उसे अपने पसंद के स्कूल जाने का मौका भी मिलता है, അവൻ ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം, മൗക്ക അവസരം കിട്ടുന്നുണ്ട്. ലേക്കിൻ മേരെ ബച്ചപ്പൻ മേ ഐസ നഹീ ഹോത്ത, എന്നാൽ ഇദ്ദേഹത്തിന് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയില്ല. മോർപാൽ കാ സ്കൂൾ ആഠ്വീങ്കെ ബാദ് ഛൂട്ട് ജാത്താ ഹെ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന മോർപാലിൻ്റെ സ്കൂൾ ജീവിതം 8ാം ക്ലാസ് വരെ ആയപ്പോഴും നിന്നു. നേരത്തെ പറഞ്ഞു വലിയ ദാരിദ്ര്യമാണ്, ഞായറാഴ്ച ദിവസം കഠിന പരിശ്രമം വേണം എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. മോർപാൽ കാ സ്കൂൾ ആഠ്വീങ്കെ ബാദ് ഛൂട്ട് ജാത്താ ഹെ, 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് നിന്നു. ചുടുവാദിയാ ജാത്താ ഹെ, അതാണ് പ്രധാനം. തനിയെ അങ്ങ് നിന്നുപോയതല്ല, ചുടുവാദിയാ ജാത്താ ഹെ, വീട്ടുകാർ രക്ഷാകർത്താക്കൾ അങ്ങ് വിടിവിച്ചു എന്നാണ്. അവൻ നീ ഇനി സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു. അവൻ അതോടുകൂടി പഠിത്തം നിന്നു. ഇതിനെ പൊഴിഞ്ഞു പോക്കെന്ന് പറയും. വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. और वह अपने पिता की तरह आज भी वही खेत मजदूरी करता, ഇന്നവനും അവൻ്റെ അച്ഛനെ പോലെ ആ ഗ്രാമത്തിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്നു, കൃഷികാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. इसलिए मेरे लिए कलाम की कहानी 100 में 1 की कहानी है. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കലാമിൻ്റെ കഥ 100 में 1 എന്ന് പറഞ്ഞാൽ 100 കഥകളിൽ 1 എന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയായിട്ടാണ് ഞാൻ കരുതുന്നത്. ബാക്കി 99 കഹാനിയോ കോ കഭി ഭൂൽന നഹി ചാഹിയെ, ബാക്കി കഥകളൊന്നും മറക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ചാഹിയെ ജോ ഹമാരെ ബച്പനോമേ ഹേ, കുട്ടിക്കാലത്തുള്ള ഈ കഥകളെ ഇതൊന്നും അങ്ങനെ മറക്കണമെന്നല്ല ഇതിൻ്റെ താല്പര്യം. എന്നാൽ ഈ ഒരു പ്രത്യേകത കഥ വളരെ പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നുന്നു. അവരുടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എഴുതാം. അത് പിന്നീട് ഞാൻ തരുന്നുണ്ട്. ഫിലിം മേ ഹമാരെ നായക് കാ അസൽ നാം കലാം നഹി ഹെ, ഈ ഫിലിമിൽ കഥാനായകൻ്റെ യഥാർത്ഥ പേര് കലാമെന്നല്ല. ठाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. ठाणी എന്ന സ്ഥലം, ठाणी पर काम करने वाले और बच्चों की तरह, और बच्चों की മറ്റു കുട്ടികളെ പോലെ എന്നാണ്. അവർ എന്നുള്ള വാക്കിൻ്റെ പ്രയോഗം ശ്രദ്ധിച്ചോളണം. ഔർ ബച്ച ഔർ ഏക്ക് ദേതോ, മറ്റൊന്ന് തരിക, ഏക്ക് ഔർ ദേതോ, ഇനി ഒന്നുകൂടി തരിക. ഇങ്ങനെയാണ് ഈ ഔർ കൊണ്ടുള്ള കളി. ഔർ എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. ഔർ ബച്ചോങ്കി തര, മറ്റു കുട്ടികളെ പോലെ, ഉസേ ഭി സബ് ഛോട്ടു കേക്കർ ബുലാത്തെ ഹെ, എല്ലാവരും ചോട്ടു ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ചോട്ടു എന്ന് വിളിക്കുന്നത് സാധാരണ പ്രയോഗമാണ്. ചെറുതായ കുട്ടികളെയൊക്കെ എല്ലാവരും ചോട്ടു എന്നങ്ങ് വിളിക്കും. അതിന് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇടാറില്ല. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे भाटीसा की चाय की धड़ी पर काम करने के लिए छोड़ जाती है. ശ്രദ്ധിക്കുക, അവൻ എവിടെ നിന്നാണ് വരുന്നത്? ഉസ്കി മാ, അവൻ എവിടെ നിന്ന്? അവൻ്റെ അമ്മ ജൈസാൽമേർ കി കിസി സുദൂർ ദേഹാത്ത് സെ. ജൈസാൽമേർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ?
ജയ്സാൽമേർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ വളരെ വളരെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. പൊതുവിൽ ആ സ്ഥലം ഒരു മരുഭൂമിയാണ്, മണൽ പ്രദേശമാണ്. ആ ജയ്സാൽമേർ എന്ന് പറയുന്ന ഭാഗത്ത് മാത്രം ഒരു ചെറിയ പട്ടണമുണ്ട്. ആ ജയ്സാൽമേർ വരെ ട്രെയിൻ പോകും. അവിടെ ഇന്ന് ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്നുണ്ട്. അതുകൊണ്ടൊരു വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലമായി മാറിയിട്ടുണ്ട്. വെള്ളം കിട്ടുക വളരെ പ്രയാസമാണ്. അവിടെ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. എപ്പോഴും മണൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അതിനടുത്തായി കുറച്ചകലെയായി നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ കാണാം. പോഖറാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയാണല്ലോ നമ്മൾ അണു പരീക്ഷണം പണ്ട് നടത്തിയത്. അവിടെ അത് ഇതിനടുത്താണ്. പോഖറാൻ എന്ന് പറയും. അത് ജയ്സാൽമേറിനടുത്താണ്. ജയ്സാൽമേർ എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ പോകുന്നുണ്ട്. അതിലവിടെ പോകാം. പക്ഷേ വേനൽക്കാലത്തൊന്നും പോയേക്കരുത്. ഈ സമയം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാൻ വളരെ നല്ലതാണ്. കാലാവസ്ഥ നന്നായിരിക്കും. അങ്ങനെ എന്നാൽ അവിടെ ആൾതാമസമുണ്ട്. ചില ഗ്രാമങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ താമസമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഭക്രാനങ്കൽ അണക്കെട്ടിൽ നിന്ന് ജലം അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലമാണ് ജയ്സാൽമേർ. ആ जैसलमेर के किसी सुदूर देहात से आकर उसे भाटी सा की चाय की धड़ी ചായക്കട ആ ദൂരെ കൊണ്ടുവന്നിട്ട്, ഈ ചെറിയ പട്ടണത്തിൽ കൊണ്ടുവന്നിട്ട് ആ കടയിൽ കൊണ്ട് നിർത്തും. എന്തിനാണ്? കാം കർണേക്ക് ലിയെ, അവിടെ ജോലി, ചായക്കടയിൽ ജോലി ചെയ്യും. എലിയെ छोड़ जाती है, അവിടെ കൊണ്ടാക്കും. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जानती. അതിൻ്റെ പ്രത്യേകത, ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? അവിടെ വരുന്ന ആൾക്കാരെല്ലാം വിദേശികളൊക്കെ വരും. ഇവിടെ അവർ ഇംഗ്ലീഷ് പറയും, ഫ്രഞ്ച് പറയും, പല ഭാഷയും പറയും. പക്ഷേ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും നല്ലതുപോലെ അറിയില്ല. അവർക്ക് ഈ രാജസ്ഥാനി എന്ന് പറയുന്ന ഒരു നാട്ടുഭാഷയുണ്ട്, അതിനെ ബോലി എന്ന് പറയും. അതാണ് അവൻ്റെ സംഭാഷണ ഭാഷ. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുമില്ല. ഓ അംഗ്രേജി तो क्या ഹിന്ദി भी ठीक से नहीं जानती. അവൻ ഹിന്ദി പോലും നല്ലവണ്ണം അറിഞ്ഞുകൂടാ. ലേക്കിൻ ഛോട്ടു സിർഫ് ഛോട്ടു ഹോക്കർ നഹി ജീന ചാഹത്ത. എന്നാൽ അവൻ വെറും ഛോട്ടുവായിട്ട് തന്നെ അങ്ങ് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഛോട്ടു ഹോക്കർ വെറും ചെറിയവനായിട്ട് അവൻ ഒത്തിരി വലിയവനാവാനാണ് ആഗ്രഹിച്ചത്. ആളവൻ മിടുക്കനാണ്. വഹ ഛോട്ടു ഹോക്കർ നഹി ജീന ചാഹത്ത. വഹ ഖുദ് കോ അപ്പന നാം കലാം രഖ് ദേത്ത. അവൻ അവൻ്റെ പേര് മാറ്റി. ഇത് സ്വന്തം പേര് കലാമെന്നാക്കി. ഖുദ് കോ കലാം രഖ് ദേത്ത. അങ്ങനെ ആ കുട്ടി തൻ്റെ പേര് കലാം എന്നാക്കി മാറ്റി. അത് അവൻ്റെ ആഗ്രഹമായിരുന്നു. ഇപ്പോഴങ്ങനെ കലാമെന്നാണ് അവൻ്റെ പേര്. അവൻ തന്നെ പറയുന്നത് കലാമെന്നാണ്. इस नाम में उसकी ആകാംക്ഷ എന്ന വാക്കിനർത്ഥം ആഗ്രഹം എന്നാണ്. അവൻ്റെ ഇച്ഛ, ആകാംക്ഷ ബനി രഹത്തി ഹെ. അവൻ്റെ ആഗ്രഹം ഇങ്ങനെ പേരിടുന്നതിലാണ്. എന്നിട്ട് ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേ ജാദു ഹെ. അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചായ എല്ലാവരും ഉണ്ടാക്കും. എന്നാൽ എല്ലാവരും ഉണ്ടാക്കുന്ന ചായ ഒന്നുപോലെ ഇരിക്കില്ല. ചില പ്രത്യേക കൈപുണ്യം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചിലർ ചായ ഉണ്ടാക്കിയാൽ ആ ചായക്ക് പ്രത്യേക രുചിയുണ്ടാകും. ഉസ്കെ ചായ് കി ബനായി ഹാത്ത് കി ബനായി ചായ. കൈകൊണ്ടുണ്ടാക്കിയ ചായ ഒരു പ്രത്യേക രുചിയാണ്. ജാദു എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ജാദു വെച്ചാൽ മാജിക്. അതിലൊരു മാജിക് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഭാട്ടി സാ ഭി ഉസ്കി കലാകാരിക്ക് വാഹി കർത്തേ നഹീ തക്തേ. ഭാട്ടീസ, ആ ചായക്കടക്കാരനെ, ഇദ്ദേഹം ഉണ്ടാക്കുന്ന ചായക്ക് വലിയ രുചിയാണെന്നാണ് പറയുന്നത്. നാം ഇവിടെ മനസ്സിലാക്കിയത് ഈ കുട്ടി ഉണ്ടാക്കുന്ന ചായയിൽ ഒരു ജാദു, അതായത് ഒരു മാജിക്ക് തന്നെ നിലനിൽക്കുന്നുവെന്നാണ്. അതൊരു കഴിവാണ്. ഭാട്ടീസാക്കി ഉസ്കി കലാകാരിക്ക് വാഹി കർത്തേനെ. ഭാട്ടീസ ചായക്കടക്കാരൻ, അദ്ദേഹത്തിന് വാ ക്യാ ബനായ തുമ്നെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട്, നീ ഉണ്ടാക്കുന്ന ചായ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്.
जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं. ഈ സ്ഥലത്ത് വിദേശികളായ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണ്. കലാം സീഖ്നെ മേൻ ദേശ്. ഈ കലാമിന് വേറൊരു പ്രത്യേകത, നമ്മുടെ കഥാനായകൻ പഠിത്തത്തിൽ വളരെ മിടുക്കനാണ്. छट से उनकी बोली सीख जाता है और जल्दी ही विदेश से आई ലൂസി മാഡം का भी दिल जीत लेता है. അവൻ മിടുക്കനാണ്. പെട്ടെന്ന് തന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ ഭാഷ അവൻ മനസ്സിലാക്കും. എന്നിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്യും. ഛട്ട് സേ ഉൻകി ബോലി സീഖ് ജാത്താ और ജൽദി അങ്ങനെ ജൽദി ഹി വിദേശയായി ലൂസി മാഡം ലൂസി എന്നൊരു വിദേശ വനിത അവിടെ വന്നു. അവരുമായിട്ട് വളരെ സൗഹൃദവും സ്ഥാപിച്ചു. ദിൽ ജീത്ത് ലേത്താ ഹെ, അവർ ഹൃദയം കവർന്നു എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് വളരെ അടുപ്പത്തിലായി. ലൂസി മാഡം വാദ കർത്തി ഹെ कि वे उसे अपने साथ दिल्ली लेकर जाएंगी. അങ്ങനെ ആ ലൂസി മാഡം അവന് ഒരു വാക്ക് കൊടുത്തു. എന്താണ്? അവരിന്ന് തിരിച്ച് ഡൽഹിയിൽ പോകുമ്പോൾ ഈ കുട്ടിയെ കൂടി കൊണ്ടുപോകാം എന്നാണ് ആ വാക്ക്. അങ്ങനെ അവൻ സന്തോഷിച്ചിരിക്കുകയാണ്. ഉസെ അപ്പനെ സാ ദില്ലി ലേക്കർ ജായേ. ദില്ലി മേ ഡോക്ടർ കലാം ഹെ. എന്താണ് അവിടെ ആകർഷണം? ഡൽഹിയിൽ ഡോക്ടർ കലാം അവിടെ ഉണ്ട്. ഇവനെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഡോക്ടർ കലാം ആകണമെന്നാണല്ലോ. അപ്പോൾ അവിടെ കലാമുണ്ട്. ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹ്നാ ഹെ. ഹമാരെ കലാം, ഈ കഥാനായകനായ കലാമിന് നമ്മുടെ യഥാർത്ഥ കലാംജിയെ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. അങ്ങനെ ഇരിക്കവേ രണവിജയ് അവൻ്റെ കൂട്ടുകാരനാണ്. അവൻ വലിയ കുടുംബത്തിൽ ഉള്ളവനാണ്, രാജപരിവാറിനാണ് പറയുന്നത്. അവന് സ്കൂളിൽ നിന്ന് ഒരു അസൈൻമെൻറ്റ് കിട്ടി. എന്താണ് അവന് കിട്ടിയത്? സ്കൂൾ മേ ഭാഷൺ ദേനേക്ക് വലിയ കഹാജാത്ത, ഒരു പ്രസംഗം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണവിജയ് പരേശാനെ, അവനിത് കേട്ടപ്പോഴേ വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ പ്രസംഗിക്കുന്നു, മുട്ട് ഇടിക്കുക. പരേശാനെ ക്യോങ്കി ഉസ്കി ഹിന്ദി ഇത്തനി അച്ചി നഹി. അവന് ഹിന്ദി നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് എങ്ങനെ? അപ്പോൾ കലാം എന്ത് ചെയ്തു? കലാം യഹ് ജാനത്താ ഹെ और छड़ एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. ഒരു പ്രസംഗം എഴുതി പെട്ടെന്ന് നമ്മുടെ കലാം എന്നിട്ട് രണവിജയന് കൊടുത്തു. നീ ഇത് ഒന്ന് വായിച്ച് പഠിക്കുക, എന്നിട്ട് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. രണവിജയൻ പ്രഥമ പുരസ്കാർ പാത്താ ഹെ. സംഭവം റെഡിയായി, വിജയിച്ചു. രണവിജയന് ഒന്നാം സമ്മാനം, ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഈസ് ബീച്ച് റാണ സാ എന്ന് പറഞ്ഞാൽ റാണ പേരാണ്. റാണ സാ കെ കാരിന്ദേ, കാര്യത്തിൽ അങ്ങനെ ആശ്രിതർ ജോലിക്കാർ, വീട്ടിലെ ജോലിക്കാർ കലാം കെ ഘർ തലാശി ലേനെ ആത്തേ ഹെ. ഈ കലാം താമസിക്കുന്ന വീട്ടിൽ ഒരു തലാശിയിലെന്ന് വെച്ചാൽ അന്വേഷണം, അവരൊരു സെർച്ച് നടത്തി. और वहाँ कुंवर रणविजय की चीज़ों को वहाँ कलाम पर चोरी का आरोप लगाता है. അവിടെ ഇത് കുറച്ച് സാധനങ്ങൾ, ഈ വലിയ വീട്ടിലുള്ള കുറേ രണവിജയ് കൊടുത്തതാണ്. ആ സാധനങ്ങൾ ആ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ഈ സാധനങ്ങൾ നിസ്സാരനായ നിനക്ക് എങ്ങനെ കിട്ടി, നീ വാങ്ങിച്ചതല്ല, അപ്പോൾ നീ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം സത്യത്തിൽ അവൻ മോഷ്ടിച്ചതല്ല, രണവിജയ് കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ അവന് തെളിവൊന്നുമില്ലാത്തത് കൊണ്ട് അവൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. കാരിന്ദ എന്നൊരു കാരിന്ദ സേവകർ എന്നാണ് അർത്ഥം. ലേക്കിൻ കലാം ഫിർ കലാം ഹെ. ഇസ് झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं तोड़ता. തെറ്റായ ആരോപണമാണ് എന്നവനറിയാം, എന്നാലും ആ തെറ്റായ ആരോപണത്തിനെ ചെറുത്ത് അവൻ തെളിയിക്കാനുള്ള പ്രയത്നം ഒന്നും നടത്തിയില്ല. അവൻ എന്താഗ്രഹിച്ചില്ല? ആ രണവിജയുമായിട്ടുള്ള അവൻ്റെ സൗഹൃദത്തിനെ ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഒരു ത്യാഗം തന്നെ സഹിക്കുകയാണ്. യഹ് ജാൻകർ കി റാണ കുंवर को उससे की दोस्ती की सजा देंगे. റാണയ്ക്കും ആ ചെറുക്കനും അവന് പണിഷ്മെൻറ്റ് കിട്ടും. എന്തിനാടാ നീ
കുട്ടിയോട് ഇങ്ങനെ കൂട്ടുകൂടാൻ പോയത്, അവൻ നമുക്ക് പറ്റിയ പാർട്ടി അല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ 2 പേർക്കും ശിക്ഷ കിട്ടും. വഹ ചോരി കാ ഇൽജാം സഹ ജാത്താ ഹൈ. അവൻ തന്നിൽ ആരോപിക്കപ്പെട്ട എന്താണ് ആരോപണം? മോഷണമാണ് ആരോപണം. ആ മോഷണം, അവനിൽ ആരോപിക്കപ്പെട്ട കുറ്റം അവൻ അതങ്ങ് സഹിച്ചു. ശരി എന്ന് അവന് സഹിച്ചു. അത് पर उन्हें अपनी दोस्ती के बारे में नहीं बताता. എന്നാൽ തൻ്റെ സൗഹൃദത്തെക്കുറിച്ച്, ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് വന്നവരോടോ റാണായോടോ ഒന്നും പറയുന്നില്ല. യഹീം വഹ തൈ കർത്താ ഹൈ കി വഹ അപ്പനി ചിട്ടി സീധെ അപ്പനെ ഹം നാം ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ. ഇവിടെ വച്ച് അവനൊരു തീരുമാനമെടുത്ത്, തൻ്റെ ജീവിതത്തിൻ്റെ വലിയ തീരുമാനമാണ്, അവൻ സ്വയം ഡൽഹിയിൽ പോകുമെന്നും APJ അബ്ദുൽ കലാമിനെ കാണുമെന്നും തൻ്റെ കയ്യിലുള്ള എഴുത്ത് നേരിൽ കണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് കൊടുക്കുമെന്നും തീരുമാനിക്കുന്നു. ഓർ വഹ അക്കേലാഹി നിക്കൽ പടുത്താ ഹൈ. അങ്ങനെ ഒരു ദൃഢനിശ്ചയമെടുത്ത് അവൻ തനിയെ ഒരു ദിവസം അങ്ങ് പുറപ്പെട്ടു. നിക്കൽ പടുത്താ ഹൈ. രാസ്തേ മേ മുഷ്കിലേ ഹെ. നിങ്ങൾക്കറിയാം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ എവിടെയാണ്, ഡൽഹി എവിടെയാണ് എന്ന് നിങ്ങൾ പടത്തിലെങ്കിലും കണ്ടു കാണുമല്ലോ. വളരെ ദൂരെയാണ്. രാസ്ത വഴി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. സാധാരണക്കാർക്കൊന്നും വന്നു പറ്റാൻ പറ്റുന്ന സ്ഥലമല്ല. ഒരുപാട് കടമ്പകളുണ്ട്. മാത്രം ഡൽഹിയിൽ വന്നാലോ നമുക്ക് പരമാവധി പോകാൻ പറ്റുന്നത് ഡൽഹി ഗേറ്റ് വരെയാണ്. അതിനപ്പുറം നമ്മളെ വിടത്തില്ല. അവിടെ വന്ന് നിൽക്കും. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, പലതരത്തിലുള്ള പരിശോധനയാണ്. അതിന് പിന്നെ പാസ് വാങ്ങി വേണം നമ്മൾ അകത്ത് പോകാൻ. അതിനകത്തും അപ്പുറത്തോട്ട് നമ്മളെ കടത്തിവിടൽ. വിശേഷിച്ചും രാഷ്ട്രപതി ഭവനിൽ റൈസീന ഹിൽസ് വരെയാണ് നമ്മളെ പ്രവേശനം. അതിൻ്റെ പ്രവേശനം വരെ, അതിനപ്പുറത്തോട്ടില്ല എന്നുള്ള ഓർമ്മിക്കണം. എന്നാലും ഈ കുട്ടി അവൻ്റെ കഴിവ് കൊണ്ട് ഇതെല്ലാ കടമ്പകളും കടന്നു അവൻ അവിടെ എത്തി. അക്കേലാഹി നികൽ പടത്താ ഹെ രാസ്തേ മേ മുഷ്കിലേ ഹെ. ആ മുഷ്കിലേം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രയാസങ്ങൾ അനവധിയുണ്ട്. ലേക്കിൻ കഥ കെ അന്തുമേ കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹെ. എന്നാൽ അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? കലാം തൻ്റെ പ്രയത്നത്തിൽ വിജയിക്കുന്നു, തൻ്റെ മനസ്സിൽ ലക്ഷ്യത്തിലെത്തുന്നു. APJ അബ്ദുൽ കലാമിനെ കാണുന്നു, തൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നു. ഇതാണ് നാം കാണുന്നത്. ഇവിടെ കഥ അവസാനിക്കുകയാണ്.